ഇത് നമുക്ക് ചൊരക്കയും ഉണക്ക ചെമ്മീനും കൂടിയിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ ചൊരക്ക എടുത്തിട്ടുണ്ട്. ഈ ചൊരക്ക തൊണ്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത് കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ടത് ഉണക്ക ചെമ്മീനാണ്. ഞാനിവിടെ 100 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർത്ത് വയ്ക്കുന്ന കറികളിലേക്ക് മല്ലിപ്പൊടി ചേർക്കില്ല, അതുകൊണ്ട് ഇവിടെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ കറിയിലേക്ക് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം. ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ കടുക്. അപ്പോൾ നമുക്ക് നോക്കുന്നത് അതിന് കറിയാക്കാന്ന്. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഈ കറി മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, സവോളയ്ക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ സവോള വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കാം, തേങ്ങ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അപ്പോൾ സവോള വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർക്കാം. ഉണക്കച്ചെമ്മീൻ വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ ചെമ്മീൻ നമുക്ക് പതുക്കെ ഒന്ന് വേവിക്കാം. ഈ ചെമ്മീൻ ഒന്ന് പകുതി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചൊരക്ക ചേർക്കാം. കാരണം എന്താ വെച്ചാൽ ചൊരക്കയ്ക്ക് വേവ് വളരെ കുറവാണ്. ഉണക്കച്ചെമ്മീൻ ഏറ്റവും ആദ്യം നന്നായിട്ട് വെന്താൽ മാത്രമേ ആ ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ കറിയുടെ ചാറിലേക്ക് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ നമുക്കൊന്ന് പതുക്കെ ഒന്ന് വേവിക്കാം. മൂടി വയ്ക്കാം. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചൊരവയ്ക്ക ചേർക്കാം. തക്കാളി ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ചിട്ട് ഈ കറി നമുക്ക് വേവിക്കാം. ഈ കറിയിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കറി ഒന്ന് റെഡി ആയി കഴിയുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റാണ് ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറി നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് കറി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കറിയിലെ ചൊരക്കൊക്കെ വെന്തിട്ടുണ്ട്. ഈ ചൊരക്കൊക്കെ പെട്ടെന്ന് വേവും. നമ്മൾ കുറേ നേരം ഇട്ടിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് കറി നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ചൊരക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോൾ തേങ്ങയിലേക്ക് നമ്മൾ ചേർക്കണ വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഈ കറി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം.
ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ഉണക്കമുളകും ചേർക്കാം. നമ്മൾ സവോള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണിത്. ഈ കറി നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് പകർത്താം. തെളിച്ച് നാക്കിലെ ഒന്ന് വിരിച്ച്